friends, welcome to Curry Corner. ഇന്നത്തെ റെസിപ്പി ഗോബി 65. ഇതിനെ കോളിഫ്ലവർ 65 എന്നും പറയും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റ്സിലും പാർട്ടീസിലും ഒക്കെ അധികം കാണുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ചായയുടെ കൂടിയും സ്റ്റാർട്ടേഴ്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ്. ഇത് വെജിറ്റേറിയൻ ആൾക്കാർക്ക് പറ്റിയ നല്ല ഒരു റെസിപ്പിയും കൂടിയാണ്. ചിക്കൻ 65 ഉണ്ടാക്കുന്ന പോലെ തന്നെ സെയിം റെസിപ്പിയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഏറ്റവും ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ കോളിഫ്ലവർ 65 ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അധികം വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഒരു കോളിഫ്ലവർ എടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളെ പോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്ത് വെക്കണം. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കണ്ട, ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമ്മൾക്ക് റെസ്റ്റോറൻറ്റ്സിൽ കിട്ടുന്ന പോലെ അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് കോളിഫ്ലവർ 65 കിട്ടും. ആദ്യം കോളിഫ്ലവർ പീസസ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. എന്നിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് അതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് സ്റ്റവ് ഓൺ ചെയ്ത് ഈ വെള്ളം നല്ലോണം തിളയ്ക്കണം. ഈ വെള്ളം ഇപ്പോൾ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ പീസസിനെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഒരു 2 മിനിറ്റ് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിക്കഴിഞ്ഞു. കോളിഫ്ലവർ നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഈ തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്ത് വയ്ക്കാം. ഈ വേവിച്ച കോളിഫ്ലവർ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. ആദ്യം 1 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ധനിയ പൗഡർ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, നല്ല ചതച്ച കുരുമുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. കശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതുകൊണ്ട് റെഡ് ഫുഡ് കളർ ചേർക്കേണ്ടതില്ല, ഇതിൽ തന്നെ നല്ല കളർ കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയ കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ മിക്സ് ചെയ്യണം. ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അധികമാകരുത്. ഞാൻ ചെയ്യുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യണം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മസാലകൾ മുഴുവൻ ഈ കോളിഫ്ലവറിൽ നല്ലോണം കോട്ടാവുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണം ഈ കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് മസാല അകന്നു പോകും. കോളിഫ്ലവർ നല്ല പെർഫെക്റ്റായി മിക്സ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ പീസുകളിലും നമ്മൾ ചേർത്തിട്ടുള്ള മസാല നല്ലതുപോലെ ഇങ്ങനെ കോട്ടായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് കോളിഫ്ലവർ. ഇനി ഇതിനെ നമ്മൾ ഹോട്ട് ഓയിലിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇവിടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പീസുകളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ കടന്ന് ഇത് നല്ലപോലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വരട്ടെ.
ഞാനിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. കടകളിൽ വാങ്ങുന്ന കോളിഫ്ലവർ 65 ആണെങ്കിൽ അവരിതിൽ റെഡ് ഫുഡ് കളർ ചേർക്കാറുണ്ട്. നല്ല റെഡ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് ചേർക്കുന്നത്. ഞാനതിന് പകരം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല ഹെൽത്തി ഫുഡായിരിക്കണം അല്ലേ? അപ്പോൾ ഇതുപോലെ കളർ ആഡ് ചെയ്യുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുകയായിരിക്കും നല്ലത്. കോളിഫ്ലവർ ഇട്ടതും തന്നെ നമ്മളത് മറിച്ചിട്ട് കൊടുക്കരുത്. കാരണം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മസാല അതിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോകും. ഒന്ന് ലേശം ഒന്ന് ഫ്രൈ ആയതും മറിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിലിരുന്ന് നല്ലോണം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കോളിഫ്ലവർ മുഴുവൻ മീഡിയം ഫ്ലെയിമിൽ കടന്ന് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ 65 ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ഒരു സ്നാക്കാണ്. അതേപോലെ സ്റ്റാർട്ടേഴ്സായിട്ട് കഴിക്കാനും നല്ല പറ്റിയ ഒരു ഐറ്റമാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നിങ്ങളെ വന്ന് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.